ബാല മണ്ടൻ കൊണാരാ. അയ്യോ സോറി സോറി. അബാക്കസ് വേറെ ആണടാ ഈ കണക്കൊക്കെ മറ്റേ പിള്ളേർ. അല്ല റുബിക്സ് ക്യൂബ്. അയ്യോ റുബിക്സ് ക്യൂബ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഒരു സാധനം ഉണ്ട്, 2-3 ഉണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം നമ്മള്. ആ അത് തന്നെ ഉണ്ടതിരിക്കുന്ന സാധനം അതല്ലേ അബാക്കസ്. എടാ അതും അബാക്കസ് അല്ല, വേറൊരു സാധനം ഇല്ലേ അബാക്കസ് എന്ന് പറയണേ. അത് മറ്റേ കൈ കൂട്ടാണ്ട് പറയണത്. ആ ഇങ്ങനെ ഓരോരുത്തർ ഓരോ പിള്ളേരൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, മറ്റേ ഇങ്ങനെ ഇരുന്ന് കൂട്ടുന്നതൊക്കെ. അത് തന്നെ അത് തന്നെ. ആ അതാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ സാധനം. ആണല്ലേ. ഇവൻ മണ്ടനാക്കി ഇതിനെ വിശ്വസിക്കാന്ന് വേണ്ട. കലാകാരനായിരുന്നു. ക്യാമറ ഓണാക്കണോ? നീ ഓണാക്കിട്ട് പോയാ മതി. ഇതെല്ലാരും അബാക്കസ് അബാക്കസ് ആണ്. ഇഗിൾബ്രൊക്കെ ക്ഷീണം പോലെ നട. ഞാൻ ഉറങ്ങിയിട്ടില്ലടാ ഇന്നലത്തെ രാത്രി. ഇന്നലെ മര്യാദക്ക് ഉറങ്ങിയില്ല. ഉറങ്ങാത്തതിന്റെ ഞാൻ ഇപ്പൊ മര്യാദക്ക് ഉറങ്ങാറില്ല. അതിന്റെയാണ് മെയിൻ. ഇവിടെ വന്നിട്ട് ടൈമിങ്സ് ഒക്കെ ഇതായി. 2 ദിവസമായിട്ട് ദുബായ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ട്. വന്ന് കൈരണ്ട പൊക്കി പിടി. ഇങ്ങനെ 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 കേൾക്കണം. അങ്ങനെ ഇരിക്കണേ. താഴല്ലേ. അതാർക്കാ പറ്റാത്തത് 2 ഡിജിറ്റ്? അല്ല അപ്പൊ നേരത്തെ നീ പറഞ്ഞതോ? കൈപൊക്കി നീ പൊക്കി വെക്ക് കൈ. അങ്ങനെ വെച്ചോ. എന്താ ഇവിടെ നടക്കുന്നത്? എന്താ കൈ പൊക്കി കളികളി. 345 255 600 കറക്റ്റ്. സൗത്ത് എങ്ങാണോ ഉണ്ടോ അപ്പുറത്ത്? ഇത്രയും ഞാൻ കൊടുക്കാം. 325 642 325 771 600 300 തന്നെ 900 ആണ്. അവന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോ ഞാനൊന്ന് ഞെട്ടി. ഫൈനൽ ചാൻസ്. കൈരണ്ട് പൊക്കി വെക്ക്. കൈ ഇങ്ങനെ ടാക്കിയിട്ടെങ്കിൽ പറ്റും. 456 259 725 715. നോക്കട്ടെ. 789 പ്ലസ് 889 789 പ്ലസ് 889 കഴിഞ്ഞ സമയം കഴിഞ്ഞു. 1678. എടാ ഇവൻ അറിയാ കേട്ടോ. ഇവന്റെ മസിൽ മെമ്മറി അറിയാം. ആള് ബ്രെയിൻ ഡെഡ് ആയി പോയെന്നുള്ളൂ. തല വർക്കാവാത്ത പ്രശ്നം. 398 421 എടാ ബാബു കൺഫ്യൂഷൻ ആക്കടാ. അല്ലടാ ബാബു കൺഫ്യൂഷൻ ആക്കി. ഒന്നുകൂടെ പറയടാ ബാബു. ഇങ്ങനെയൊക്കെ സംസാരിക്കല്ലേ. 384 254 638. എടാ നിന്റെ എവിടെയോ ഒരെണ്ണം പാളിയിരിക്കുകയാണ്. സത്യം പറയാലോ നിന്റെ എവിടെയോ ഒരെണ്ണം പാളിയിട്ടുണ്ട്. 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ എവിടെയോ പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക്. അത് എന്താണെന്നറിയാവോ ഇങ്ങനെ കൂട്ടുന്നത്? നടുക്കത്തെ ബീഡ് മനസ്സിൽ നിന്ന് പോകുന്നു. മനസ്സിലായി? ഈ 2 സൈഡിലെ ബീഡേ ഓർമ്മ വരുന്നുള്ളൂ. വീടാ മറ്റേ വീടല്ല ബീഡ്. ബീഡെന്ന് പറഞ്ഞാ അപ്പൊ ആ സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഇവിടെ ചാറ്റില് അല്ല ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. MS ധോണിയെ കണ്ട് വിരാട് കോഹ്ലി എന്ന് പറഞ്ഞവനൊക്കെ ഇങ്ങനെ കണക്ക് കൂട്ടാന്ന് പറഞ്ഞാലേ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. സത്യല്ലേ? അതെ.